ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം ഇന്ന് ഞാൻ വന്നെന്താണെന്നറിയാമല്ലോ, മേക്ക് ഓവർ തന്നെ. ഞാൻ ലാസ്റ്റ് വീക്ക് മേക്ക് ഓവറിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ഇട്ടായിരുന്നു. പിന്നെയും ഞാൻ ഇതിൻ്റെ മേക്ക് ഓവറും കൊണ്ട് വന്നേന്ന് വെച്ചാൽ നമുക്ക് ഒരു ഷൂട്ട് പോകാം മേക്ക് ഓവറിന്. സോ നമ്മൾ ആ ഷൂട്ടിന് വേണ്ടിയിട്ട് ഇപ്പോൾ പോകാൻ പോവുകയാണ്. ഞാനിപ്പോൾ റെഡി ആയിട്ടിരിക്കുന്നത്. ഇപ്പോൾ റെഡിയായി ഞാൻ. ഇതൊരു പെട്ടെന്നൊരു ചെറുതായിട്ടൊന്ന് റെഡി ആയതേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും ഇപ്പം മേക്ക് ഓവർ ചെയ്യാൻ പോകുന്നതുകൊണ്ട് ലിപ്സ്റ്റിക്കും എല്ലാം ഇതെല്ലാം ഇപ്പം കഴുകിക്കളയും. സോ ഞാൻ വലുതായിട്ട് മേക്കപ്പ് ചെയ്തില്ല, ചെറുതായിട്ട് മേക്കപ്പ് ചെയ്തിരുന്നു. സോ നമുക്ക് അവിടെ പോയി കാണാം. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് എവിടെയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പാർലറിലാണോ വീട്ടിലാണോ എനിക്കറിയില്ല. എന്നെ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇപ്പം ഞാൻ റെഡിയായി, എൻ്റെ ഫ്രണ്ട് കൊണ്ട് വരാനുണ്ട്. നമ്മുടെ റെഡിയായിട്ട് നമുക്ക് പോകാം. ഐ തിങ്ക് ഇന്നത്തെ മേക്ക് ഓവർ ഒരു മുസ്ലിം ബ്രൈഡാണെന്ന് തോന്നുന്നു. എനിക്കങ്ങനെയാണ് തോന്നുന്നത്, എനിക്കറിയില്ല. ഞാൻ അതിനെപ്പറ്റി കുറെ ചോദിച്ചൊന്നുമില്ല. നമ്മൾ എന്തെല്ലാം കൂടെ പോയി അറിഞ്ഞാൽ മതിയല്ലോ. എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഇതൊരു മുസ്ലിം ബ്രൈഡൽ ലുക്കാന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് കാണാം. സോ ഇന്നത്തേത് എനിക്ക് എത്ര ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. എന്നെ കൊണ്ട് ഇപ്പം നമ്മളൊരു വർക്കിന് പോകുന്നതല്ലേ. സോ ഞാൻ എന്നാലും പറ്റുന്നത്രയും ഞാൻ വീഡിയോസ് ഒക്കെ എടുക്കാൻ നോക്കാം. ക്ലിപ്സ് ഒക്കെ എടുക്കാൻ പറ്റുമോ എനിക്കറിയില്ല. ഇപ്പം ഞാൻ തന്നെ ഇപ്പം എൻ്റെ ഫ്രണ്ടൊന്നും വേറെ എൻ്റെ ഫ്രണ്ടാണ് വീഡിയോ എടുക്കാൻ നിൽക്കുന്നത്. മീൻസ് അവർക്ക് വേണ്ടിയിട്ട്. എൻ്റെ കൂടെ വേറെ ആരും ഇല്ല. അങ്ങനെ എല്ലായിരുന്നെങ്കിൽ എൻ്റെ ഫ്രണ്ട് ആലി അവളുണ്ടായിരുന്നെങ്കിൽ എനിക്ക് വീഡിയോസ് എടുക്കുന്നതിന് ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഷൂട്ട് ചെയ്യണമെന്നുള്ളതുകൊണ്ട് എനിക്ക് എല്ലാം ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്നും എനിക്കറിയില്ല. സോ നമുക്ക് പോകാം. അപ്പം ഞാൻ പോയിട്ട് വരാം. മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് വീട്ടിലായിരുന്നു. ചേച്ചിയുടെ വീട്ടിലായിരുന്നു മേക്ക് ഓവർ ചെയ്തത്. ഞാൻ ഇങ്ങനെ ലെൻസും വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നെ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇരുന്ന് ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പം ഐ മേക്കപ്പ് കഴിഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ ഒരു സ്മോക്കി ഐ മേക്കപ്പ് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അങ്ങനെ ഫേസിൻ്റെ ഒക്കെ ഒരുമാതിരിയൊക്കെ ഓക്കെ ആയി കഴിഞ്ഞു. ഇനി ആ ഹെയറും കൂടെ ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചാൽ മതി. ബാക്കിയെല്ലാം ഓക്കെ ആയി. പിന്നെ ഡ്രസ്സും കൂടെ ചേഞ്ച് ചെയ്യണം. ഫേസിൻ്റെ മേക്കപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ചാൽ ഒരു സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പ്, ഓവർ പുട്ടിയോ ഒന്നുമില്ല. എല്ലാം ഒത്തിരി അറിയുന്നില്ല. അങ്ങനെ സാധാരണ മേക്കപ്പ് ചെയ്യുമ്പോൾ ഒത്തിരി അറിയുന്ന രീതിയിലല്ല, ചെറുതായിട്ടൊരു മിനിമലായിട്ട് ഒരു ഗ്ലോസി മേക്കപ്പ് ആയിരുന്നു ഇത്. ഒരു ഓറഞ്ച് ലെഹങ്കയാണ്. ഇനി ഞാൻ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം. ഈ ഡ്രസ്സ് കാണുമ്പോൾ അത്ര രസമില്ലായിരുന്നു ഇടുന്നതിന് മുന്നേ, പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു എൻഗേജ്മെന്റ് ലുക്ക് ആട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു സിമ്പിൾ മേക്കപ്പ്, എൻഗേജ്മെന്റിന് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള മേക്കപ്പ് തന്നെ. നമ്മൾ വീടിൻ്റെ അകത്ത് നിന്ന് എടുക്കേണ്ട വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. ഇനി നമ്മൾ വെളിയിൽ പോയി വീഡിയോസും ഫോട്ടോസും എടുക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പം ഞാൻ വെളിയിൽ ഇറങ്ങിയപ്പം എൻ്റെ ഡ്രസ്സിൻ്റെ ഫുൾ ലുക്കും കാണിച്ചു തരാൻ വിചാരിച്ചു. നല്ല രസമുണ്ടല്ലേ ആ ഒരു പാവാടയും ആ ഒരു ഷോളും എല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു ഷോളൊക്കെ സെറ്റ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നില്ലേ, അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ വൈറ്റ് പോർട്ടിക്കയിലാട്ടോ പോയത്. 2-3 ഔട്ട്ഡോർ ഫോട്ടോസും വേണമായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു വൈറ്റ് പോർട്ടിക്കയുടെ ഫ്രണ്ടിൽ ഫോട്ടോ എടുക്കാന്നല്ലേ. അപ്പം ഞങ്ങൾ വൈറ്റ് പോർട്ടിക്കയിൽ പോയി. അകത്തുനിന്ന് 2-3 ഫോട്ടോസ് എടുത്തു. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബട്ട് ആ ഫോട്ടോസ് ഒന്നും കിട്ടിയില്ല. നല്ല രസമുണ്ടായിരുന്നു. ചെയറിലായിരുന്നു ഞാൻ 2-3 ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നെ വെളിയിൽ നിന്നും കുറച്ച് 2-3-4 ഫോട്ടോസും 2 വീഡിയോയും കണ്ടെടുത്തു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പോവാന്ന് വിചാരിച്ചു. ടൈം ഒത്തിരി ആയി. പിന്നെ ഇവനാ എടുത്ത ഫോട്ടോസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ആ ഫോട്ടോസ് ഒക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മേക്ക് ഓവറൊക്കെ കഴിഞ്ഞു. നമ്മൾ അവിടുന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് ഫേസ് ഞാൻ വീട്ടിൽ ഒന്ന് വാഷ് ചെയ്യാമെന്ന് പറഞ്ഞു.
ഇപ്പം എനിക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു മേക്കപ്പ്. എന്ന് വെച്ചാൽ ഒരു ന്യൂഡ് മേക്കപ്പ് ആട്ടോ ഇത്. എനിക്ക് ഭയങ്കര എന്താണ് ചെയ്തതിലൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. ഒത്തിരി ഓവറല്ല. എനിക്ക് ഐ മേക്കപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമല്ലേ? എൻ്റെ ഈ കുഞ്ഞു കണ്ണായതുകൊണ്ട് ഇങ്ങനത്തെ ലാഷസ് ഞാൻ ഇതായിട്ട് വെക്കാറില്ലായിരുന്നു. എൻ്റെ കണ്ണിന് ചേരത്തില്ല. സോ ഫസ്റ്റ് ടൈമാണ് ഈ ലാഷസ് വെക്കുന്നത്. പിന്നെ ലെൻസ് ഞാൻ പൊതുവെ അല്ലാതെ കുറെ വട്ടം വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, പ്രത്യേകം ഇതില്ല. പക്ഷെ അതിൻ്റെ കൂടെ വെച്ചപ്പോൾ എല്ലാം കൂടെ ഫുൾ നല്ല രസമുണ്ട്. ഫുൾ ഐ മേക്കപ്പ് ഫുൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടല്ലേ? എനിക്ക് ഫേസ് ഫുള്ള് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഫേസ് തന്നെ നിങ്ങൾക്ക് തന്നെ കാണാൻ മനസ്സിലാവും. നല്ലൊരു ഭയങ്കര ഒരു ഗ്ലാസി പോലെ, നല്ല ഒരു ഗ്ലോയി പോലെ ഉണ്ടല്ലേ? നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചെയ്തതിൽ എനിക്ക് നല്ല രസമുണ്ട്. ഉണ്ടാവും ചിക്സ് ഒക്കെ നല്ല ഗ്ലാസി ആയിട്ടൊക്കെ ഇരിക്കുന്നു. നല്ല രസമുണ്ട്. ഇനി എനിക്ക് വയ്യ, ഭയങ്കര ചൂടെടുക്കുന്നു സത്യമായിട്ടും. ഭയങ്കര മുടിയല്ല ഇനിയുള്ളൊരു ടാസ്ക്. ഈ മുടിയെല്ലാം സെറ്റ് ചെയ്യുക, ഇങ്ങനെ ഫേസൊക്കെ കഴുകുക, ഒന്ന് കുളിക്കുക, ഒന്ന് കിടന്നോ കുറച്ച് നേരം ഉറങ്ങുക. കണ്ടോ, നമ്മള് ഇങ്ങനെ മേക്ക് ഓവറൊക്കെ ചെയ്ത് കഴിഞ്ഞാല് കുറച്ച് കഷ്ടപ്പാടാണ് നമുക്ക് കുറച്ച് നേരത്തേക്ക്. സത്യമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. സീരിയസ് ആയിട്ട് പറഞ്ഞാൽ കള്ളം പറഞ്ഞില്ല, സീരിയസ് ആയിട്ട് പറഞ്ഞത്. നിങ്ങളിപ്പം ഈ വീഡിയോയുടെ ഫസ്റ്റ് എടുത്ത് നോക്ക്, എൻ്റെ ആ ഒരു ലുക്ക്, ആ ലുക്ക് നോക്ക്, ഈ ഒരു ലുക്ക് നോക്ക്. എനിക്ക് നിങ്ങൾ കളിയാക്കുമെന്ന് എന്നല്ലേ പറയണം വെച്ചാൽ നമ്മുടെ നയൻതാരയുടെ കൈ മേക്കപ്പ് ഒക്കെ ഇമാതിരി ചെറുതായിട്ടൊക്കെ ഇവിടേക്ക് ഒരു ചെറുതായിട്ടൊക്കെ കുഴപ്പമില്ല. ഞാൻ എന്നെ നയൻതാര നിന്നല്ല കേട്ടോ ഞാൻ വിളിച്ചത്. എന്നാലും നല്ല രസമുണ്ട്. ഇന്ന് ഒരു നല്ല ടൈമും കൂടെ ആയിരുന്നു. എന്ന് വെച്ചാൽ നല്ല ആൾക്കാരായിരുന്നു ഇന്ന് മേക്കപ്പ് ചെയ്ത ചേച്ചി, അവരുടെ ഫാമിലി ഭയങ്കര നല്ല സ്വീറ്റ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര ജോളിയായിട്ട് വളരെ ഹാപ്പി ആയിരുന്നു. ഇങ്ങനെ ബോറിംഗ് ഒന്നും എനിക്ക് ഫീൽ ആയിട്ടില്ല. നല്ല രസമുണ്ടായിരുന്നു. ആ സമയം പോലും അറിയത്തില്ല. നല്ല രസമുണ്ടായിരുന്നു. ആ ചേച്ചി നല്ലപോലെ മേക്കപ്പ് ചെയ്തു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഇഷ്ടപ്പെട്ടു. കണ്ടോല്ലേ ഹെയർ, ഞാൻ ഹെയർ കെട്ടിയൊക്കെ വെച്ച് കഴിച്ചായിരുന്നു കേട്ടോ. നല്ല ചൂടുണ്ട് ഇപ്പം. സോ നമുക്കൊരു അൺറെഡി വിത്ത് മീ കൂടെ കാണാം. എന്താന്ന് വെച്ചാ ഇതെല്ലാം കൂടെ അഴിച്ചു കഴിഞ്ഞാൽ ഫേസ് ഇങ്ങനെ നിങ്ങൾക്ക് കാണും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെത്ര ലുക്കായിരുന്നു. ഈ മേക്കപ്പ് ചെയ്ത ലുക്കും എന്റെ സാധാ കൂതറ ലുക്കും കാണുമ്പോൾ മനസ്സിലാവും. എനിക്ക് സത്യം പറഞ്ഞാല് ഒത്തിരി ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വർക്കിന് പോയതല്ലേ. സോ അവര് നമ്മളെ ഫേസിൽ മേക്കപ്പ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഞാൻ ഒറ്റയ്ക്കല്ല വീഡിയോ എടുത്ത് തന്നെ വേറെ ആരുമല്ലോ. സോ എന്നോട് പറ്റുന്ന രീതിയിൽ ചെറിയ ക്ലിപ്പിന്റെ ഫേസിൽ ഓരോന്നൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തത് വീഡിയോസ്. എനിക്ക് ഫുൾ എടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പം പോയി ഞാൻ ഫസ്റ്റ് ഫേസ് ഫുൾ ഒന്ന് വാഷ് ചെയ്യണം. ഒരു അൺറെഡി വിത്ത് മീ ഉണ്ടല്ലോ കാണാം. ഇനി അത് കഴിഞ്ഞ് ഈ ലാഷസും ഈ ലെൻസും ഇതെല്ലാം ഊരി നമുക്ക് ഹെയറും കൂടി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് എണ്ണയൊക്കെ പുരട്ടി ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യണം. നല്ല ചൂടുണ്ട് ഇപ്പത്തെ ഈ ഒരു കാലാവസ്ഥയില് മേക്കപ്പും ആ ഹെവി ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാല് എന്നെ സമ്മതിക്കണം, ശരിക്കും സമ്മതിക്കണം കേട്ടോ. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. പിന്നെ എന്നാലും നമുക്ക് പറ്റുമെന്ന് വിചാരിക്കും. നല്ല ചൂട്. സോ നമുക്കൊരു അൺട്രൈഡ് ഫസ്റ്റ് ഹെയർ ഇട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് ഫേസ് ഫുള്ള് ഞാൻ പറയുന്ന വോയിസ് ഇടയ്ക്ക് ചിലപ്പം വല്ല പ്രാർത്ഥനയും കേൾക്കാൻ ചിലപ്പോൾ സാധ്യത ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പള്ളിയാണ്, അവിടെ പ്രാർത്ഥന നടക്കുകയാണ് എൻ്റെ മൈക്കിൽ, അതുകൊണ്ട് കേൾക്കാൻ ചാൻസ്. മൈക്കൊക്കെ മേടിക്കണം. വൺ ഡേ നമ്മളെല്ലാം മേടിച്ചിരിക്കും, ഫുള്ള് മേടിക്കും വൺ ഡേ. സോ ഹെയർ ഇട്ട് വെച്ചു. ഇനി നമുക്ക് ഈ സാധനം ഐലാഷസ് ഒക്കെ ഊരാം.
ഭയങ്കരമായിട്ട് ഊരിട്ടില്ല സാധനം. ഫസ്റ്റ് ടൈം നോക്കുന്നത് വേദനിക്കല്ലേ, ചെറുതായിട്ടൊക്കെ വേദനിക്കും കേട്ടോ. ഇതൊക്കെ ഡെയിലി വെക്കുന്നതായിട്ട് സമ്മതിക്കണം. നല്ല വേദനിക്കുന്നുണ്ട്. വേദന ഒന്നുമില്ല. സത്യമായിട്ട് ഐലാഷസ് വെച്ചിന്റെ ഭംഗിയായിരുന്നു കേട്ടോ. ആ ഐലാഷസ് പോയപ്പം ഒരു ഭംഗി തോന്നില്ലേ കണ്ണിന്. ഞാൻ ഇത്രയും ചെയ്തതിലൊരു വലിയ മിസ്റ്റേക്ക്, ഒരു മണ്ടത്തരം എന്തെങ്കിലും ചെയ്തായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായില്ലോ എനിക്കറിയില്ല. ഒരു മണ്ടത്തരം ചെയ്തായിരുന്നു. ഞാൻ ത്രെഡ് ചെയ്യാൻ മറന്നുപോയത്. ആ പുള്ളിക്കാരിയും ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് മേക്കപ്പ് ചെയ്ത് പകുതിയായപ്പോഴാണ് ത്രെഡ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഓർത്ത്. ഞാനും അതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് എന്തോ മനസ്സിൽ മിസ്സിങ്, എന്തോ ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ഇന്നലെ ചെയ്യേണ്ടതായിരുന്നു, ഞാൻ മറന്നുപോയി. ഇന്നലെ വെറുതെ ഫ്രീ ആയിട്ടിരിക്കുമായിരുന്നു, കടയിൽ പോയി ചെയ്യേണ്ടതായിരുന്നു. ഞാൻ ഓർത്തില്ല, ത്രെഡിന്റെ കാര്യം മാത്രം ഞാൻ ഓർത്തു. അയ്യോ, ഇത് വലിയ പാടില്ലായിരുന്നു. ഇനി നമ്മുടെ ലെൻസും കൂടെ ഊരാം. യെസ്, നമുക്ക് ഊരാൻ പറ്റും. ഒരു പകുതി ഭാരം ഒഴിഞ്ഞ പോലെ. പറഞ്ഞില്ല, പള്ളിയിലെ പരിപാടിയാണ്, കാണിച്ചു തരാം. സ്പീക്കർക്ക് പ്രാർത്ഥിക്കുകയാണ്. ചിലപ്പം ഞാൻ ഈ പറയുന്നതിൻ്റെ ഇടയ്ക്ക് അതുകൊണ്ട് വരാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഞാൻ വരാതിരിക്കാൻ ശ്രമിപ്പിക്കും എന്നാലും വരും. സോ ഫേസോളാക്കി പകുതി ഭാരം നമ്മൾ ഒഴിപ്പിച്ച് കളഞ്ഞു. ഇനി ബാക്കി ഫുൾ നമുക്ക് ടേസ്റ്റ്. ഇനി ഒരു ഓയിൽ വരട്ടാം. യൂസ് ചെയ്യുന്ന ഓയില് ജോൺസൺസ് ബേബി ഓയിലാണ്. അത് വാങ്ങിച്ചു, അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് യൂസ് ചെയ്യുന്നത്. ഞാൻ പിന്നെ കുറെ കേട്ടായിരുന്നു ഇത്ര നല്ലതല്ല ഫേസിനാണ്. ബട്ട് ഇതങ്ങ് ഫുൾ തീർത്തിട്ട് നമുക്ക് എടുത്ത് വായിക്കാം. വേറെ വായിക്കാം. സോ എണ്ണ വേണ്ട. നമുക്കൊരു കാര്യമല്ലോ, പണ്ട് എനിക്ക് എണ്ണയെന്ന് കേട്ടാൽ അലർജിയായിരുന്നു. കൊച്ചിലൊക്കെ എണ്ണ തേക്കാൻ വേണ്ടിയിട്ട് എന്നെ പിടിച്ചെടുത്തുമ്പോൾ ഞാൻ അലർജിക്കൊണ്ട് ഓടുമായിരുന്നു. ഇപ്പൊ ഞാൻ മിക്ക ദിവസം എണ്ണ വരട്ടാറുണ്ട്, ഹെയറിലും ഫേസിലും. ഇതൊക്കെയാണ് കർമ്മ. നല്ല പോലെ മസാജ് ചെയ്യാം. നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ ഇത് ഏതായി കൊച്ചെന്ന് ചോദിക്കാൻ തോന്നുന്നുണ്ടായിരിക്കാം. ചോദിക്കാൻ തോന്നും, ആ ഒരു ലുക്കും കാണുമ്പോൾ ഏതായി നമ്മളൊന്നും ചോദിക്കാൻ തോന്നും. ചോദിക്കരുത്, പക്ഷെ ഞാൻ തന്നെ. ഓക്കെ, നമുക്ക് ഫേസിൽ നമ്മൾ ഓയിൽ വരട്ടി ഒരു 5 minutes എങ്കിലും നമുക്ക് എണ്ണ ഒന്ന് മുട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യാറുള്ള ക്ലെൻസർ ഇതാണ് കാണിച്ചാൽ. ഇതാണ് ഇത് ഫേസ് ഷോപ്പിൻ്റെ ക്ലെൻസറാണ്. നല്ലൊരു ക്ലെൻസർ. ഇത് ജസ്റ്റ് ഫേസിലേക്ക് വെള്ളം ഒഴിക്കാൻ. ഇതൊരു ഫോമിങ് ക്ലെൻസർ ആയതുകൊണ്ട് കുറച്ച് എടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ പതയ്ക്കും. ഞാനിപ്പം ഫേസ് ഫുൾ വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ കുളിച്ചിട്ട് ഹെയർ കുറച്ചും കൂടെ നല്ലപോലെ വാഷ് ചെയ്യണം. എണ്ണയൊക്കെ പുരട്ടി ഷാമ്പു വാഷ് ചെയ്യണം. സോ ഇനി കുളിച്ചിട്ട് കാണാം. ഓക്കെ, നമ്മളിപ്പം ഫ്രഷ് ആയി കഴിഞ്ഞു. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, നല്ല ക്ഷീണമുണ്ട്. സോ ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ പോവാണ്. സോ ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.